ഇന്ത്യൻ 2 എന്നൊക്കെ പറയുന്ന ഒരു വലിപ്പം ഫീൽ ചെയ്യുന്നുള്ളവര്. അതായത് സിനിമ അവസാനിക്കുമ്പോൾ കുറെ പേര് പറഞ്ഞിരുന്നു അത് അങ്ങനെ എഴുതി കാണിക്കണം. ഡയറക്ടേഴ്സ് കാർഡ് വരുന്നതിന് മുൻപ് ഈ പറയുന്ന തലവൻ 2 എന്ന് പറയുന്ന അത് എഴുതി കാണിക്കണം. അപ്പൊ ഞാൻ പറഞ്ഞത് കാര്യം ഞാൻ മാത്രമല്ല കേട്ടോ, എഡിറ്റർ സൂരജും വളരെ സ്ട്രോങ് ആയിട്ട് പറഞ്ഞു അത് നമ്മൾ എഴുതി കാണിക്കണം. അത് ആൾക്കാർക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ, ഐ മീൻ അങ്ങനെ ഒരു സീക്വൽ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് എന്ന് അവർക്ക് തോന്നിടത്തല്ലേ അത് വലിയ കാര്യം അല്ലേ? അത് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ഇന്നലെ ഞങ്ങൾ തിയേറ്ററിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഒത്തിരി പേര് വന്നിട്ട് അതെപ്പോഴാ സീക്വൽ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അത് ഞങ്ങൾ എഴുതി കാണിക്കാതെ തന്നെ അത് അവർക്ക് മനസ്സിലായി എന്നുള്ളത് ഒരുപാട് സന്തോഷം. ഇനി ഈ സാർമാരുടെ ഡേറ്റ് തരണമല്ലോ. ഞാൻ തന്നു കഴിഞ്ഞു. അല്ല സിനിമ വേണ്ടവർക്ക് അനുവിന്റെ കാര്യത്തിൽ ഇവിടെ സാധാരണ ഇതിൽ അന്വേഷണാത്മക സിനിമകൾ വരുമ്പോൾ നോർമലി ആ ഒരു കഥയുടെ കൂടെ നമ്മളിപ്പം നായകനാണെങ്കിൽ നായകന്റെ അന്വേഷണത്തോടൊപ്പം നമ്മൾ പ്രേക്ഷകരും അന്വേഷണം തുടങ്ങും. അപ്പോൾ ആ അന്വേഷണമൊക്കെ നമ്മൾ ഇപ്പം പല സമയത്തും ഈ ക്രൂവിനോട് ഈ പല സജഷൻസ് ഒക്കെ എടുത്ത് മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ ഒരു എലമെന്റുകൾ പിടിച്ചെടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടിയാണോ അങ്ങനെ ചെയ്തത്? അതൊരു കഥ സാധാരണ ഇതിൽ ഒരു സ്ക്രിപ്റ്റ് റെഡി ആയി കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് മാറ്റങ്ങൾ വരുത്താനോ അല്ലെങ്കിൽ അതിനകത്ത് ഡയറക്ടേഴ്സ് പൊതുവെ സമ്മതിക്കാൻ മെയിൻ ആക്ടേഴ്സും ചിലപ്പോൾ സമ്മതിക്കാതിരിക്കും. അതേ പറയും ഇവര് ഈ ബിജുചേട്ടനും ആസിഫും എനിക്ക് ആസ് എ ഡയറക്ടർ എന്നുള്ള രീതിയിൽ എന്നിൽ അർപ്പിച്ചൊരു ട്രസ്റ്റ് ഉണ്ട്. കാരണം ഈ സംഗതി പുതിയൊരു ട്രാക്കിലേക്ക് നമ്മൾ മാറ്റാൻ പോവുകയാണെന്ന് ഞാൻ ഇവരെ രണ്ടുപേരെയും വിളിച്ചിരുത്തിയിട്ട് ചേട്ടാ ഇങ്ങനെ ഒരു ട്രാക്ക് വന്നിട്ടുണ്ട്, ഇത് ഇങ്ങനെ ചെയ്തോട്ടെ. കാരണം ഇവരോട് പറഞ്ഞിട്ടില്ല അങ്ങനെ ഒരു കഥയെ കുറിച്ച്. അപ്പൊ ഇവര് രണ്ടുപേരും തന്നൊരു സപ്പോർട്ടുണ്ട്. അല്ലെങ്കിൽ പിന്നെ അതാണ് ആ ട്രസ്റ്റ്. അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നില്ല. അത് അത്രയും ഒരു ട്രസ്റ്റാണ് അവർ നമുക്ക് തന്നത്. പിന്നെ ഈ അഭിനയിച്ച ആൾക്കാരെ മുഴുവൻ ആവശ്യമുള്ളിടത്ത് സട്ടിലാക്കി നിർത്താൻ, ചില സമയത്ത് മാത്രം ലൗഡാക്കുക, ആ ഒരു പിടി പോകരുത്. കാരണം ഈ കുറ്റാന്വേഷണ സിനിമ ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അത് ചെയ്തു തുടങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് അങ്ങോട്ടോ ഇങ്ങോട്ടോ അല്പം മാറിയ ആൾക്കാർക്ക് ആളെ മനസ്സിലാകാനോ അല്ലെങ്കിൽ വേറെ രീതിയിൽ ചിന്തിച്ച് അങ്ങനെ പോരുന്നില്ല. ആൾക്കാർ ഭയങ്കര ഫോക്കസ്ഡ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കണം. ഈവൻ ഇപ്പൊ ജാഫർക്കയുടെ ആ 2 സീൻ വരുമ്പോൾ പോലും ആൾക്കാർ മെയിൻ മൂലകഥയിൽ നിന്ന് പോകാൻ പാടില്ല, അതിനൊരു ആൻസർ ഉണ്ടാകണം. ബോധപൂർവ്വം എടുക്കുന്ന കാര്യങ്ങളാണ്.